So hello everyone, welcome back to Study with Class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിടെക് മാത്തമാറ്റിക്സിലെ ഗ്രൂപ്പ് 2 എന്നുള്ള ഒരു ചാപ്റ്ററാണ് മാത്തമാറ്റിക്സിൽ വരുന്നത്. അത് ഈസ് കാൽക്കുലസ് ഓഫ് വെക്റ്റർ ഫങ്ഷൻസ്. ഇതിലെ കുറച്ച് പോർഷൻസ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ മെയിനായിട്ടുള്ളൊരു പോർഷൻ തന്നെയാണ് ടാൻജൻറ്റ് ലൈൻ. ടാൻജൻറ്റ് ലൈൻ ടു ദ ഗ്രാഫ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ പോർഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ ടാൻജൻറ്റ് ലൈനിൽ ഫസ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ തന്നെയാണ് കാര്യമായിട്ട് പഠിക്കുന്നത്. ദെൻ ദറ്റ് ഈസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ ആർ ഈക്വൽ ടു വെക്റ്റർ ആർ ടി സീറോ പ്ലസ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി സീറോ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ വെക്റ്റർ. ഇത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. നമുക്കെല്ലാവരുടെയും ആപ്ലിക്കേഷൻ വരുന്നത് ഇതിൽ വെക്റ്റർ ആർ എന്ന് പറഞ്ഞതാണ് നമ്മൾ ടാൻജൻറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ വരുന്നത്. ദെൻ ആർ ഈ പോർഷൻസ് ദറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് ടി സീറോ ആർ ഓഫ് ടി സീറോ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഈ നമുക്ക് തന്നിട്ടൊരു വെക്റ്റർ തന്നിട്ടുണ്ടാവും. വെക്റ്റർ ആർ ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ടാകും. ഈ വെക്റ്റർ ആർ ഓഫ് ടിയിൽ നമ്മൾ തന്നിരിക്കുന്ന ടി സീറോ പറഞ്ഞ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ ആർ ഓഫ് ടി സീറോ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ ആർ ഡാഷ് ഓഫ് ടി സീറോ ഇതെന്ന് പറഞ്ഞാൽ ടാൻജൻറ്റ് വെക്റ്ററാണ്. അഥവാ ക്വസ്റ്റ്യന് ടാൻജൻറ്റ് വെക്റ്ററാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ആർ ഡാഷ് ഓഫ് ടി സീറോ കണ്ടാൽ മതി. അതായത് നമുക്കിപ്പം നേരത്തെ ഒരു ആർ ഓഫ് ടി നമുക്കുണ്ടെന്ന് പറഞ്ഞു, അതിൽ നമ്മൾ ടി സീറോ എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആർ ഓഫ് ടീനെ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഡിഫറൻഷിയേഷൻ ചെയ്യും. എന്നിട്ട് അതിലേക്ക് ടി സീറോയുടെ വാല്യൂ കൊടുത്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വരുന്നത് ആർ ഡാഷ് ഓഫ് ടി സീറോ ദറ്റ് ഈസ് എ ടാൻജൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. First question, write the parametric equation of tangent line to the graph of r of t equal to ln t I plus e raised to minus t j plus t raised to 4k at t equal to 2. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എഴുതാം. ദറ്റ് ഈസ് ആർ ഓഫ് ടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് ln t I plus e raised to minus t j plus t raised to 4k. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആർ ഓഫ് ടി. ഇനി നമുക്ക് ഓൾസോ ഗിവൺ ടി ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ടി സീറോയുടെ വാല്യൂ ആണ് ഇത്. ഓക്കെ, നമുക്കിനി ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ എഴുതാം. ടാൻജൻറ്റ് ലൈൻ ഇക്വേഷൻ ഇതാണ് ടാൻജൻറ്റ് ലൈൻ്റെ ഇക്വേഷൻ. എല്ലാവരും ഇക്വേഷൻ ഇത് ഓർമ്മിക്കുക. വെക്റ്റർ ആർ ഈക്വൽ ടു ആർ ഓഫ് ടി സീറോ പ്ലസ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി സീറോ. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. നമുക്കിതിൽ വെച്ചിട്ട് തന്നെ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്ന് നോക്കാം. ആർ ഓഫ് ടി ഉണ്ട്. നമുക്കിനി ആർ ഓഫ് ടി സീറോയിലേക്ക് എത്തണം. അപ്പോൾ ആർ ഓഫ് ടി സീറോ നമുക്കിങ്ങനെ കാണാം. ഫസ്റ്റ് നമ്മൾ ആർ ഓഫ് ടിയിൽ നമുക്കിപ്പം ആർ ഓഫ് ടി നമ്മൾ എടുക്കുന്നുണ്ട്. ആർ ഓഫ് ടിയിൽ നമ്മൾ ഇനി ആർ ഓഫ് ടി സീറോ ദറ്റ് ഈസ് ആർ ഓഫ് ടി സീറോ പറഞ്ഞാൽ ഇവിടെ 2 ആണ്. സോ ആർ ഓഫ് ടി സീറോ പറയുമ്പോൾ എന്താകും ln 2i പ്ലസ് ഇ റേസ് ടു മൈനസ് 2 ടീൻ്റെ സ്ഥലത്ത് 2 കൊടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ജെ പ്ലസ് ടീൻ്റെ സ്ഥലത്ത് 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ് 32 ആണ്. 32k. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് പാർട്ട്. ഈ ഒരു ഭാഗം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻഷിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ദറ്റ് ഈസ് ഇതിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. ആർ ഓഫ് ടീൻ്റെ ഡെറിവേറ്റീവ് ആർ ഡാഷ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/t. ലോൺ ടീൻ്റെത് 1/t ഐ പ്ലസ് മൈനസ് ആണ്. കാരണം ഇ റേസ് ടു മൈനസ് ടീൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടീൻ്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു ടി തന്നെയാണ്. പക്ഷേ ഇ റേസ് ടു മൈനസ് ടീൻ്റെത് മൈനസ് ഇ റേസ് ടു മൈനസ് ടി ആണ്. ജെ പ്ലസ് ടി റേസ് ടു 4t ക്യൂബ്. ഇനി നമുക്കിതിൽ ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. ദറ്റ് ഈസ് ആർ ഡാഷ് ഓഫ് 2 ഇസ് ഈക്വൽ ടു 1/2i മൈനസ് ഇ റേസ് ടു മൈനസ് 2j പ്ലസ് 4 ഇൻറ്റു 2 ക്യൂബ് ഈക്വൽ ടു 8 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 8 ഇൻറ്റു 4 വിച്ച് ഇസ് ഈക്വൽ ടു 32. നേരത്തെ എറർ ഉണ്ടല്ലോ, ഇത് 16 ആണ്. ഇതാണ്
ദിസ് ഈസ് 16 ആണ്, ദിസ് ഈസ് 32. സോ നോക്കുക, ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. ദറ്റ് ഈസ് ഡയറക്റ്റ് ഇനി ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യനുള്ള ഇതിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് നമുക്കെങ്ങനെ എഴുതാം, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ലൈൻ. ടാൻജന്റ് ലൈൻ എന്ന് പറയുമ്പോൾ വെക്റ്റർ ആർ ഈക്വൽ ടു ln 2i plus e raised to minus 2j plus 16k plus t into 1 by t നെ മറന്നു പോയത് minus e raised to minus 2j plus 32k. അപ്പോൾ ഇനി നെക്സ്റ്റ് ഉള്ളത് ഐൻ്റെ ടേംസ് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക, അതേപോലെ ജേൻ്റെ ഒപ്പം കെൻ്റെ ടേംസ് കെൻ്റെ ഒപ്പം ആഡ് ചെയ്യുക. ഈ ടി ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്തിടണം ഉള്ളിലേക്ക്. ഞാനത് ഡയറക്റ്റ് ചെയ്യുന്നു. ln 2 പ്ലസ് ഞാനെങ്ങനെ എഴുതുന്നു വെച്ചാൽ ln 2 പ്ലസ് ടി ബൈ 2 i e raised to minus 2 minus e raised to minus 2t j plus 16 plus 32t k. സോ ഇതിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ln 2 പ്ലസ് ടി ബൈ 2 i ln 2 പ്ലസ് ടി ബൈ 2 i പ്ലസ് e raised to minus 2 പുറത്തെടുത്തു 1 minus t 1 minus t j പ്ലസ് 16 പുറത്തെടുത്താൽ 1 പ്ലസ് 2 t into k. So this will be our equation of the tangent line. ഇനി ഇതിൻ്റെ പാരാമെട്രിക് ഇക്വേഷന് കൂടി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നുണ്ട്. പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി വൈ ഓഫ് ടി സെഡ് ഓഫ് ടി. പാരാമെട്രിക് ഇക്വേഷൻ ഒന്നുമില്ല, അതായത് ഈ ഐൻ്റെ കൂടിയുള്ള ടേംസിനെയാണ് എക്സ് ഓഫ് ടി ആയിട്ട് എടുക്കുക. അപ്പോൾ ln 2 plus t by 2. This is the parametric equation of the x of t. അതിൽ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ ഐയും ജെയും കെയും നമ്മൾ എഴുതാൻ പാടില്ല, അതിൻ്റെ ഒപ്പരമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ എഴുതാം. അപ്പോൾ y of t e raised to minus 2 into 1 minus t. ഇനി z of t ൻ്റെ കേസ് വരുമ്പം 16 into 1 plus 2t. സോ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഈ ക്വസ്റ്റ്യനുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരാം, ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ ടു ദ കർവ് എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി ആൻഡ് സെഡ് ഈക്വൽ ടു ടി അറ്റ് ടി ഈക്വൽ ടു പൈ. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ നോക്കി നമുക്കവിടെ ആർ ഓഫ് ടി തന്നിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെ തരണമെന്നില്ല, ഇതേപോലെ തരാം. എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി സെഡ് ഈക്വൽ ടു ടി. ഇവിടെ ഇപ്പം പാരാമെട്രിക് ആയിട്ടാണ് തന്നിട്ടുള്ളത്. എക്സിൻ്റെ വാല്യൂ ഉണ്ട്, വൈ ഓഫ് ടീൻ്റെ വാല്യൂ ഉണ്ട്, സെഡ് ഓഫ് ടീൻ്റെ വാല്യൂ ഉണ്ട്. ഇത് വെച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് എഴുതാൻ കഴിയുള്ളൂ. ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ വെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എഴുതാൻ പറ്റും, എക്സ് ഓഫ് ടി ഐ. ഇത് എഴുതണമെന്നില്ല, ഡയറക്റ്റ് എഴുതിക്കോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത് അറിയാത്ത ആരെന്നുണ്ടെങ്കിൽ പ്ലസ് വൈ ഓഫ് ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി കെ. ഇപ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് എന്താണ് എക്സ് ഓഫ് ടീൻ്റെ അടുത്തുള്ളത് കോസ് ടി ഐ പ്ലസ് വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ടി ജെ പ്ലസ് സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ടി കെ. സോ ദിസ് ഈസ് അവർ ആർ ഓഫ് ടി. ഓക്കെ, നമുക്കിനി ആർ ഓഫ് ടി കിട്ടി. നമുക്കിനി ടാൻജന്റ് ലൈൻ്റെ ഇക്വേഷൻ അറിയാം, അത് മസ്റ്റായി പഠിച്ചു വെക്കുക. ടാൻജന്റ് ലൈൻ ഇക്വേഷൻ എന്താണ്? വെക്റ്റർ ആർ ഈക്വൽ ടു r of t0 plus t into r dash of t0. ഇതാണ് നമ്മൾ ടാൻജന്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ ആർ ഓഫ് ടിയും എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്തൊക്കെ കാണണം?
ആർ ഡാഷ് ഓഫ് T0 ആണ്, ആർ ഓഫ് T0 ആണ്, ആർ ഡാഷ് ഓഫ് T0 ആണ്. ഇത്രയും കാര്യമാണ് ഇതിൽ കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ആർ ഓഫ് T0 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് T ഈക്വൽ ടു 5, ദാറ്റ് ഈസ് T0 ഈക്വൽ ടു 5 ആണ്. 5 ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പം ആർ ഓഫ് T0 ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഓഫ് 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിട്ട് വേണം? ദാറ്റ് ഈസ് കോസ് 5i പ്ലസ് സൈൻ 5j പ്ലസ് 5k. ദെൻ കോസ് പൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്താണ്? -1 ആണ്. സൈൻ പൈ 0. കോസ് പൈൻ്റെ വാല്യൂ -1ഉം സൈൻ പൈൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്കെന്ത് പറയാം? കോസ് പൈൻ്റെ വാല്യൂ -1ഉം സൈൻ പൈൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ആർ ഓഫ് പൈ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എഴുതാം? ഈക്വൽ ടു -i പ്ലസ് 0j പ്ലസ് 5k എഴുതാം. -i പ്ലസ് 5k. സോ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആർ ഡാഷ് ഓഫ് ടി. ആർ ഡാഷ് ഓഫ് ടി. അപ്പം ഇതിന് ഈ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഡെറിവേറ്റീവ് എടുക്കും. കോസ്റ്റിൻ്റെ ഡെറിവേറ്റീവ് സൈൻ ടി ഐ പ്ലസ് മൈനസ് സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് കെ. റൈറ്റ്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? ഈ വാല്യൂ കൊടുക്കും. ആർ ഡാഷ് മൈനസ് സൈൻ പൈ i പ്ലസ് കോസ് പൈ ജെ പ്ലസ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ പൈൻ്റെ വാല്യൂ. സൈൻ പൈൻ്റെ വാല്യൂ 0 ആണ്. കോസ് പൈൻ്റെ വാല്യൂ 1 ആണ്. സോ ജെ പ്ലസ് കെ ആണ്. എന്ത് ചെയ്യാണ് ഇവിടെ? എന്ത് ചെയ്യാണ് വരിക? -j ആണ് വരിക. കോസ് പൈൻ്റെ വാല്യൂ -1 ആയതുകൊണ്ട് തന്നെ -j പ്ലസ് k ആണ് വരിക. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് ഒന്നിച്ച് എഴുതാം. അതായത് വെക്റ്റർ ആർ ഈക്വൽ ടു -i പ്ലസ് 0j പ്ലസ് 5k പ്ലസ് t ഇൻറ്റു 0i മൈനസ് j പ്ലസ് k. ഡയറക്റ്റ് അത് എഴുതിയാൽ മതി. 0 ഉള്ളതൊന്നും എഴുതണമെന്നില്ല, ജസ്റ്റ് എഴുതിയുള്ളൂ. -i മൈനസ് ടി ജെ പ്ലസ് 5 പ്ലസ് ടി കെ ആണ് നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ വെക്റ്റർ ആർ. ഇനി നമുക്കിവിടെ പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ആണ്. എക്സ് ഓഫ് ടി ഈക്വൽ ടു -1. y ഓഫ് ടി എന്ന് പറഞ്ഞാൽ -t ആണ്. z ഓഫ് ടി എന്ന് പറഞ്ഞാൽ 5 പ്ലസ് ടി ആണ്. സോ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയും. സോ നെക്സ്റ്റ് നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടാണ് പറയാൻ പോകുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചാൽ മതി. എന്നാൽ നമുക്ക് തന്നിട്ടില്ല വെക്റ്റർ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ ഷേപ്പ് പറയാൻ കഴിയും. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി കോസ് ടിയും വൈ ഓഫ് ടി സൈൻ ടി ആണെങ്കിൽ അത് ഒരു സർക്കിളാണ്. എക്സ് ഓഫ് ടി കോസ് ടി. എക്സ് ഓഫ് ടി പാരാമെട്രിക് ഇക്വേഷനിൽ എക്സ് ഓഫ് ടി കോസ് ഓഫ് ടി എന്ന ഫംഗ്ഷനും വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് ടി എന്ന ഫംഗ്ഷനും ആണെങ്കിൽ അതിൽ എന്ന് പറയാം അത് സർക്കിളാണെന്ന് പറയാം. അതേപോലെ തന്നെ എക്സ് ഓഫ് ടി കോസ് ടിയും വൈ ഓഫ് ടി സൈൻ ടിയും. പക്ഷേ സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണെങ്കിൽ നമുക്കതിന് സിലിണ്ടർ എന്ന് പറയാം. ഇനി എക്സ് ഓഫ് ടി കോസ് ടിയും വൈ ഓഫ് ടി സൈൻ ടിയും. സെഡ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ടി. ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് ടി ആണ്. അതായത് ചേഞ്ച് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് അല്ലാത്ത ഒരു വേരിയബിൾ ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം? സർക്കുലർ ഹെലിക്സ് വിളിക്കാം. സർക്കുലർ ഹെലിക്സ്. എക്സ് ഓഫ് ടി കോസ് ടിയും വൈ ഓഫ് ടി സൈൻ ടി ആണെങ്കിൽ സർക്കിൾ. എക്സ് ഓഫ് ടി കോസ് ടിയും വൈ ഓഫ് ടി സൈൻ ടിയും. സെഡ് ഓഫ് ടി കെ എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സിലിണ്ടർ.
എക്സ് ഓഫ് ടി കോസ് ടി, വൈ ഓഫ് ടി സൈൻ ടി, സെഡ് ഓഫ് ടി എന്ന് പറഞ്ഞൊരു ചേഞ്ച് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അത് സർക്കുലർ ഹെലിക്സ് ആണ്.